കമ്പനി ബോർഡ് LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി നമ്മുടെ LGS സീരീസിന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ആദ്യത്തെ പാർട്ട് വീഡിയോയിൽ കുറേ ചോദ്യങ്ങൾ നോക്കി. രണ്ടാമത്തെ പാർട്ട് വീഡിയോ ഇതിൽ നമ്പേഴ്സിന്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. നമുക്ക് ഓരോ ചാപ്റ്റർ തീർത്തിട്ട് വൃത്തിയായിട്ട് പോകാം, കാടടച്ച് വെടിവെക്കാതെ. നമ്പേഴ്സിന്റെ PYQs ആണ് ഫസ്റ്റ് പാർട്ടിൽ ചെയ്ത്, സെക്കൻഡ് പാർട്ടിൽ നമ്പേഴ്സിന്റെ തന്നെ PYQs ആണ്. ഇത് തീർന്നിട്ട് നമുക്ക് അടുത്തതിൽ പിടിക്കാം, അതല്ലേ ബുദ്ധി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ തുടങ്ങിയാലോ. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്: എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഇത് ശ്രദ്ധിച്ച് കേട്ടോ ദാസ, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ഒരു ഓഡ് നമ്പറും കൂടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ, ഓഡ് നമ്പറും കൂടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഉത്തരം എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കും. അതായത് ഒറ്റ സംഖ്യയും കൂടെ കൂട്ടിയാലും കുറച്ചാലും ഉത്തരം എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. ഇനി ഈവൻ നമ്പറും കൂടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഉത്തരം എപ്പോഴും ഒരു ഈവൻ നമ്പർ തന്നെയായിരിക്കും. അതായത് ഇരട്ട സംഖ്യയും കൂടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ ഉത്തരം ഒരു ഇരട്ട സംഖ്യയായിരിക്കും. ഇനി ഒരു ഈവൻ നമ്പറും ഇരട്ട സംഖ്യയും ഒരു ഒറ്റ സംഖ്യയും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഉത്തരം എപ്പോഴും ഒരൊറ്റ സംഖ്യയായിരിക്കും. ഇതൊന്ന് ഓർത്ത് വെക്കാവോ? ഇതൊന്ന് സൈഡിലേക്ക് എഴുതി വെച്ച്, ഒരു ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ ഉത്തരം എപ്പോഴും ഒരൊറ്റ സംഖ്യയായിരിക്കും. ഇതൊന്ന് ഓർത്തോണം. അപ്പം ഇവിടെ എക്സും വൈയും ഒറ്റ സംഖ്യ. അപ്പം ഏത് ചെയ്യുമ്പോഴാണ് ഇരട്ട സംഖ്യ ഉത്തരം കിട്ടുന്നതെന്ന് ഓർക്കുക. എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ ഒറ്റ സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ഒരു ഇരട്ട സംഖ്യയായിരിക്കും. പഠിച്ചില്ലേ? ഒറ്റ സംഖ്യയും കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ഒരു ഇരട്ട സംഖ്യയായിരിക്കും. അപ്പോൾ എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ ഇവ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും ഇരട്ട സംഖ്യയായിരിക്കും. എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ ഇവ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ഇരട്ട സംഖ്യയായിരിക്കും. അപ്പോൾ ഇതൊന്ന് കാണാതെ പഠിച്ചേ. ഒരൊറ്റ സംഖ്യയും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഉത്തരം ഇരട്ട സംഖ്യ. ഒരു ഇരട്ട സംഖ്യയും കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്താൽ ഉത്തരം ഇരട്ട സംഖ്യ. ഒരൊറ്റ സംഖ്യയും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ ഉത്തരം ഒറ്റ സംഖ്യ. അപ്പൊ ഈ ചോദ്യത്തിന് ആൻസർ ഏതാ ദാസ? ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. അതായത് ഒറ്റ സംഖ്യയും കൂട്ടിയിട്ട് കിട്ടുന്നത് ഒരു ഇരട്ട സംഖ്യയായിരിക്കും. അല്ലെങ്കിൽ രണ്ട് ഒറ്റ സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്താലാണ് ഉത്തരം ഒരു ഇരട്ട സംഖ്യ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ തമ്മിൽ കൂട്ടിയാൽ ഉത്തരം ഒരു ഇരട്ട സംഖ്യ കിട്ടിക്കോളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ബോർഡ് മാസിന്റെ ചോദ്യമാണ്. 5 + 2 അല്ലേ × 3 - 1/2 × 6. ഏത് വേണം ആദ്യം ചെയ്യാൻ? ആദ്യം ചെയ്യേണ്ടത് ഈ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. പിന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ 5 + 6 വരും ആണോ, -1/2 × 6. ഇത് ചെയ്യാമല്ലോ. 1/2 × 6 എന്ന് പറഞ്ഞാൽ 3 എന്നല്ലേ കിട്ടുന്നേ അല്ലേ. സോ 5 + 6 - 3 8 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കുഞ്ഞുങ്ങളെ, 8 എന്നാണ് വരുന്നത്. 8. മുന്നോട്ട് പോവാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അതും ഒരു ബോർഡ് മാസിന്റെ ചോദ്യമാണ്. 2 - 5 പ്ലസ് അല്ലേ 6 - 6 ബ്രാക്കറ്റ് ഉണ്ട് × 5 + 3യുടെ ആൻസർ ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. സോ ഇതാദ്യം ചെയ്യുമ്പോൾ 0 ആയി പോവും ആണോ. അപ്പോൾ 2 - 5 + 0 × 5 എന്നാകും, +3 എന്നാകും ആണോ. 0 × 5 എന്ന് പറഞ്ഞാൽ ഇത് 0 ആണ് അല്ലേ. അപ്പം 2 - 5 + 3 എന്ന് ബാക്കി വരും അല്ലേ. സോ ഇത് -3 ആണ്, +3 വരുമ്പോഴത്തേക്കും ആൻസർ 0 എന്ന് കിട്ടും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. മുന്നോട്ട് ചെയ്യാം. അടുത്ത ചോദ്യം ഇതാണ്. 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്ര? 28 എന്ന സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങൾ ഉണ്ട്? ഫാക്ടേഴ്സ് ഉണ്ടെന്ന ചോദ്യം. ഘടകങ്ങൾ ഫാക്ടേഴ്സ് അല്ലേ. അതായത് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ?
ഏതൊക്കെ സംഖ്യ കൊണ്ട് 28നെ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം 28ൻ്റെ ഘടകങ്ങളാണ്. മക്കളെ 1 28ൻ്റെ ഒരു ഘടകമാണ്, 2 28ൻ്റെ ഒരു ഘടകമാണ്, 4 28ൻ്റെ ഒരു ഘടകമാണ്. ശരിയല്ലേ? 6 അല്ല, 7 അല്ല, 8 അല്ല, 9 അല്ല, 10 അല്ല. ഇനി 14 28ൻ്റെ ഒരു ഘടകമാണ്. ഇനി 28ഉം 28ൻ്റെ ഒരു ഘടകമാണ്. 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. ഇനി ഇടയ്ക്ക് ഒരു 7 ഉണ്ടല്ലോ, 7 28ൻ്റെ ഘടകമാണ്. പിന്നെ 14 ഉണ്ട്, 28 ഉണ്ട്. അപ്പോൾ എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 2, 4, 6 ഘടകങ്ങളുണ്ട് 28ന്. അപ്പോൾ 28ൻ്റെ ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 28 ഒരു ചെറിയ സംഖ്യയല്ലേ, എത്ര ഘടകങ്ങളുണ്ടെന്ന് എഴുതി നോക്കാം. 1 ഒരു ഘടകമാണ്, 2 ഒരു ഘടകമാണ്, 4 ഒരു ഘടകമാണ്, 7 ഒരു ഘടകമാണ്, 14 ഒരു ഘടകമാണ്, 28 ഒരു ഘടകമാണ്. അപ്പോൾ എന്താണ് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സംഖ്യ കൊണ്ട് 7നെ നിശേഷം ഹരിക്കാൻ പറ്റുമോ, ഏതൊക്കെ സംഖ്യ കൊണ്ട് 28നെ നിശേഷം ഹരിക്കാൻ പറ്റുമോ ആ സംഖ്യകളെല്ലാം 28ൻ്റെ ഘടകങ്ങളാണ്. ഏതൊക്കെ സംഖ്യ കൊണ്ട് 28നെ നിശേഷം ഹരിക്കാൻ പറ്റുമോ ആ സംഖ്യകളെല്ലാം 28ൻ്റെ ഘടകങ്ങളാണ്. എനിക്ക് 1 കൊണ്ട് 28നെ നിശേഷം ഹരിക്കാം, 2 കൊണ്ട് പറ്റും, 4 കൊണ്ട് പറ്റും, 7 കൊണ്ട് പറ്റും, 14 കൊണ്ട് പറ്റും, 28 കൊണ്ടും പറ്റും. അതുകൊണ്ട് ഇതെല്ലാം 28ൻ്റെ ഘടകങ്ങളാണ്. ഇനി ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം കാണാൻ ഇങ്ങനെ അല്ലാതൊരു മാർഗമുണ്ട്. 28ൻ്റെ ഘടകങ്ങളുടെ എണ്ണം കാണാൻ 28നെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യണം, ഘടകക്രിയ ചെയ്യാന്ന് പറയും. 2 കൊണ്ട് 14 തവണ, 2 വെച്ച് ഹരിച്ചാൽ 7 തവണ. ഇനി ചെയ്യാൻ പറ്റുമോ? ഇല്ല. എടുത്തെഴുതുമ്പം 28 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 7⁻1 എന്ന് കിട്ടും അല്ലേ? സോ ഈ പുറത്ത് കിടക്കുന്ന എല്ലാം ഗുണിക്കുമ്പോൾ കിട്ടുന്നതല്ലേ 28 എന്ന് പറഞ്ഞാൽ 2 × 2 × 7. ഓക്കെ, ഇനി ഇവിടെ പവർ നോക്കണം. 2ൻ്റെ പവർ ഏതാ? 2ൻ്റെ പവർ 2ആണ്. 7ൻ്റെ പവർ 1ആണ്. പവറുകൾ 1 വീതം കൂട്ടുക, 3. 2ൻ്റെ പവർ 1 കൂട്ടുമ്പോൾ 3, 1ൻ്റെ പവർ 1 കൂട്ടുമ്പോൾ 2. ഓക്കെ, ഇത് ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും ഉത്തരം 6. കണ്ടോ, 6 ഘടകങ്ങൾ എന്ന് കിട്ടി. ഇതാണ് വലിയ സംഖ്യകൾ വന്നത്. അപ്പോൾ 28ൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇതുപോലെ എഴുതി നോക്കാവുന്നേ ഉള്ളൂ മക്കളെ. 28ൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇതുപോലെ എഴുതി നോക്കാവുന്നേ ഉള്ളൂ. വലിയ സംഖ്യകൾ വന്നാൽ എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നറിയാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഒന്നുകൂടെ പറയണമായിരിക്കും അല്ലേ? വലിയൊരു സംഖ്യ വന്നു, അതിന് എത്ര ഘടകങ്ങളുണ്ടെന്ന് അറിയണം. 28 ആയതുകൊണ്ട് എണ്ണി നോക്കി. ഇപ്പോൾ 128എന്നോ 512 എന്നൊക്കെ വന്നാൽ എഴുതി നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 28ൻ്റെ വെച്ച് ഞാൻ പറഞ്ഞുതരാം. 28 എന്ന സംഖ്യനെ ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറയും, ഘടകക്രിയ. 2 കൊണ്ട് 28ൽ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 14, 14നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 7. തീർന്നല്ലോ, ഇത്രേ ഉള്ളൂ. ഇനി പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുമ്പം എത്ര കിട്ടും? പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 28 കിട്ടും. അപ്പോൾ എനിക്ക് 28നെ ഇങ്ങനെ എഴുതാം, 2 × 2 × 7 28. അതായത് 2 സ്ക്വയർ ഇൻറ്റു 7⁻1 28 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ പവറുകൾ നോക്കിയേ. 2ൻ്റെ പവർ 2, 7ൻ്റെ പവർ 1 ആണോ? പവറുകൾ 1 വീതം കൂട്ടി ഗുണിച്ചാൽ കിട്ടുന്നതാണ് ആകെ ഘടകങ്ങളുടെ എണ്ണം. അപ്പോൾ പവറുകൾ 1 വീതം കൂട്ടുക എന്ന് പറഞ്ഞാൽ 2 എന്ന പവർ 1 കൂട്ടുമ്പോൾ 3 ആകും, 7ൻ്റെ പവർ 1 അത് 1 കൂട്ടുമ്പോൾ 2 ആകും. പവറുകൾ 1 വീതം കൂട്ടി ഗുണിക്കുക, അതായത് 6 മക്കളെ ഇതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം. അപ്പോൾ വലിയ സംഖ്യകൾ വന്നാൽ ഇങ്ങനെ അഭാജ്യ ഘടകങ്ങളാക്കി, ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്നതാണ് അഭാജ്യ ഘടകങ്ങളാക്കി എഴുതുക. ഇങ്ങനെ അഭാജ്യ ഘടകങ്ങളാക്കി എഴുതിയിട്ട് പവറുകളെല്ലാം 1 വീതം കൂട്ടി ഗുണിച്ചാൽ ആകെ ഘടകങ്ങളുടെ എണ്ണം കിട്ടും. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം അതൊരു സിമ്പിൾ ചോദ്യമാണല്ലോ. 15 അല്ലേ? 15 ഡിവൈഡഡ് ബൈ പി എന്ന് പറഞ്ഞാൽ 3 ആണെങ്കിൽ പിയുടെ വില കാണണം അല്ലേ? ദേ മക്കളെ, ഈ 3 താഴേക്ക് വരും, ഈ പി മുകളിലേക്ക് പോകും. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 15/3 എന്ന് വരും. 15/3 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 എന്ന് കിട്ടും. സോ പിയുടെ വില 5 ആണ് അല്ലേ? പിയുടെ വില 5 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3ൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ. ഒരു സംഖ്യ 3ൻ്റെ ഗുണിതമാകണമെങ്കിൽ എന്താണ് നിയമം? ഒരു സംഖ്യ 3ൻ്റെ ഗുണിതമാകണമെങ്കിൽ അക്കങ്ങളുടെ തുക 3ൻ്റെ ഗുണിതമാകുക എന്ന നിയമം. ഇവിടെ അക്കങ്ങളുടെ തുക എത്രയാണ്? 1, 1, 2. അപ്പം ഈ സംഖ്യ 3ൻ്റെ ഗുണിതമല്ല. ഇവിടെ അക്കങ്ങളുടെ തുക എത്രയാണ്? 1.
ഈ സംഖ്യയും 3ന്റെ ഗുണിതമല്ല. ഇവിടെ അക്കങ്ങളുടെ തുക എത്രയാണ്? ഇവിടെ അക്കങ്ങളുടെ തുക 3ആണ്. അപ്പോൾ ഈ സംഖ്യ 3ന്റെ ഗുണിതമാണ്. ഇവിടെ അക്കങ്ങളുടെ തുക എത്രയാണ്? ഇവിടെ അക്കങ്ങളുടെ തുക 10ആണ്. അപ്പോൾ ഈ സംഖ്യ 3ന്റെ ഗുണിതം അല്ല. അപ്പം 102 മാത്രമാണ് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്നെങ്ങനെ നോക്കും? ഒരു സംഖ്യ 3ന്റെ ഗുണിതമാണോ മൾട്ടിപ്പിൾ ആണോ എന്നറിയാൻ സംഖ്യയുടെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമാണോ നോക്കിയാൽ മതി. അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യ മുഴുവനായിട്ട് 3ന്റെ ഗുണിതമാണ്. ഇവിടെ അക്കങ്ങളുടെ തുക 2, അപ്പോൾ ഈ സംഖ്യ 3ന്റെ ഗുണിതമല്ല. ഇവിടെ അക്കങ്ങളുടെ തുക 1, ആ സംഖ്യ 3ന്റെ ഗുണിതമല്ല. ഇവിടെ അക്കങ്ങളുടെ തുക 10, ആ സംഖ്യ 3ന്റെ ഗുണിതമല്ല. ഇവിടെ അക്കങ്ങളുടെ തുക 3, ആ സംഖ്യ 3ന്റെ ഗുണിതമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. വണ്ടി മുന്നോട്ട് പോകട്ടെ. ചോദ്യം മക്കളെ, എ പ്ലസ് ബി തന്നിട്ടുണ്ട്. എ പ്ലസ് ബി 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി തന്നിട്ടുണ്ട്. എ ബി എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുവാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വില എത്ര എന്ന് കണ്ടുപിടിക്കാൻ. ഇത് സർവസമവാക്യങ്ങൾ എന്ന സംഭവവും കൂടെ അറിഞ്ഞെങ്കിലേ ഈ കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇങ്ങനൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചേക്കുന്നേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അപ്പം നിങ്ങൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നായിരിക്കും പഠിച്ചേക്കുന്നത്. ഞാൻ എ സ്ക്വയറും ബി സ്ക്വയറും ഒരുമിച്ച് എഴുതിയെന്ന് മാത്രം. അപ്പോൾ എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. കേൾക്കുന്നുണ്ടോ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ? എ പ്ലസ് ബിയുടെ വില നമുക്കറിയാം. എ പ്ലസ് ബിയുടെ വില 5. അപ്പോൾ 5ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കാണാനാ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി വെച്ചു. ഓക്കെ, പ്ലസ് 2ab. ഓക്കെ, എ ബിയുടെ വില 2. 2ab എന്ന് പറഞ്ഞാൽ 2 × 2 എന്ന് വരും. ആണോ? അപ്പോൾ 25 ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. പ്ലസ് 4 എന്ന് വരും. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 മൈനസ് 4 21 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 21 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ സർവ്വസമവാക്യം കൂടെ അറിയാമെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ എ മൈനസ് ബി ഓൾ സ്ക്വയറിൻ്റെ ഇക്വേഷൻ കൂടെ ഇതിൻ്റെ കൂടെ പഠിച്ചു വെച്ചോ. എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ് കേട്ടോ. എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഇവിടെ പഠിച്ചു. എ മൈനസ് ബി ഓൾ സ്ക്വയറിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചോ. എ മൈനസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അതാണ് എ മൈനസ് ബി ഓൾ സ്ക്വയർ. വൃത്തിയായിട്ട് രണ്ടും കൂടെ നോക്കി വെച്ചോണം കേട്ടോ. അടുത്ത ചോദ്യം മക്കളെ, ഓരോന്നിനും റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. അതായത് ഇവർ പറയുവാണ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ മൈനസ് ആണെന്നും മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണെന്നും പ്ലസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണെന്നും ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണെന്നും തന്നിട്ടുണ്ട്. എങ്കിൽ ഇതിൻ്റെ വില കണ്ടുപിടിക്കണം. അപ്പോൾ 13 മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 400 അല്ലേ? പ്ലസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 ഇൻറ്റു എന്ന് പറഞ്ഞാൽ മൈനസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100. ഇത് സോൾവ് ചെയ്യണം മക്കളെ. സോൾവ് ചെയ്യാൻ അറിയാമല്ലോ. ഡിവിഷൻ ആദ്യം ചെയ്യണം. അപ്പോൾ 13 × 12 13 × 12 പ്ലസ് ഇത് ആദ്യം ചെയ്യുമ്പോൾ 400/20 എന്ന് പറഞ്ഞാൽ 20 കിട്ടും അല്ലേ? മൈനസ് 100 എന്ന് വരും. ഇനി ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഏതാ? ആദ്യം ചെയ്യേണ്ടത് ഈ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നമുക്കറിയാം അല്ലേ? 13 × 12 ഗുണിക്കണം. 13 × 12 നമുക്ക് കിട്ടുന്നത് 156 എന്നാണ്. 156 പ്ലസ് 20 മൈനസ് 100 എന്ന് വരും. 156നോട് 20 കൂട്ടുമ്പോൾ 176 മൈനസ് 100 എന്ന് കിട്ടും. ആൻസർ 76 എന്ന് കിട്ടും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ 76. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അവ ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ, ഉറപ്പാണല്ലോ. വണ്ടി മുന്നോട്ട് പോകട്ടെ. ക്രിയ ചെയ്യുക. വീണ്ടും കാൽക്കുലേഷൻ ആണ്. 295 × 3 പ്ലസ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കേളി ബ്രാക്കറ്റ് അല്ല സർക്കുലർ ബ്രാക്കറ്റ് ഉണ്ട്. 45 × 2 ഡിവൈഡഡ് ബൈ 3
ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇൻറ്റു 7. ആദ്യം നമുക്ക് ബ്രാക്കറ്റിനകത്തുള്ളത് ഇത് വേണം ചെയ്യാൻ ആണോ. അപ്പോൾ ഇത് 90 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 90 ഡിവൈഡ് ബൈ 3 30 എന്ന് കിട്ടും. അപ്പം 295 ഇൻറ്റു 3 പ്ലസ് ഇതിൻ്റെ അകത്തെ ആൻസർ 30 ഇൻറ്റു 7 പുറത്ത് കിടപ്പുണ്ട്. ഇനി ഈ ഗുണനം ചെയ്യണം ആണോ. 295 ഇൻറ്റു 3 നമുക്ക് 885 എന്ന് കിട്ടും. പ്ലസ് 30 ഇൻറ്റു 7 7 3 21 210 കിട്ടും ആണോ. 885 പ്ലസ് 210 നമുക്ക് കിട്ടുന്നത് 1095 എന്ന ആൻസറാണ്. ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? 1095. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. 1095 ഉത്തരമായിട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ വണ്ടി വീണ്ടും മുന്നോട്ട്. ശ്രദ്ധിച്ച് കേട്ടോ. -49 അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 7 അതൊരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 7 വീണ്ടും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്റ്റെപ്പ് അങ്ങ് ചെയ്യാം ആണോ. -49 ബൈ 7 -7 എന്ന് വരും. -7 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ -1 എന്ന് വരും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ -1 എന്നാ കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. 1 മുതൽ തുടർച്ചയായ കുറേ ഒറ്റ സംഖ്യകളുടെ തുക 100 ആണെങ്കിൽ സംഖ്യകളുടെ എണ്ണം എത്ര? 1 മുതൽ തുടർച്ചയായ കുറേ ഒറ്റ സംഖ്യകളുടെ തുക 100. മക്കളെ, ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n² ആണ് ആണോ. ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n² ആണ്. അപ്പോൾ കുറേ ഒറ്റ സംഖ്യകളുടെ തുക 100 ആണെന്ന് പറഞ്ഞാൽ n² വിലയാണ് 100. n² വില 100 ആണെങ്കിൽ n √100 എന്ന് വരും. അപ്പോൾ n 10 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 100 എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n² ആണ്. ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n² ആണ്. അപ്പോൾ n² ആണ് 100 എന്ന് വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ 1 മുതൽ തുടർച്ചയായ കുറേ ഒറ്റ സംഖ്യകളുടെ തുക 100 ആണെങ്കിൽ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? ഒറ്റ സംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ n² അല്ലേ. അപ്പോൾ n² വില 100 ആണെങ്കിൽ n 10. അപ്പോൾ ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 100 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. 25ാമത്തെ ചോദ്യം. മക്കളെ, 2597 മൈനസ് നമുക്കൊരു എക്സ് എന്ന് കൊടുക്കാം. ക്വസ്റ്റ്യൻ മാർക്കാണ്, പകരം എക്സ് എന്ന് കൊടുത്തു. 997. അപ്പോൾ നമുക്കറിയാം എക്സ് കാണാൻ ഇത് ഇങ്ങോട്ട് വരും, ഇത് അങ്ങോട്ട് പോകും. ശരിയല്ലേ. അപ്പോൾ 2597 മൈനസ് 997 ഈക്വൽ ടു -x + x ആയിട്ട് മാറും. ഇതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് ഉത്തരം 1600 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 1600 എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 1600. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 മുതൽ തുടർച്ചയായ 21 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? 1 മുതൽ തുടർച്ചയായ 21 ഒറ്റ സംഖ്യകളുടെ തുക അല്ലേ. അപ്പൊ ആദ്യ 21 ഒറ്റ സംഖ്യകളുടെ തുക കാണാനാണ് ചോദ്യം. 1 മുതൽ തുടർച്ചയായ 21 ഒറ്റ സംഖ്യകൾ അല്ലേ. ആദ്യ 21 ഒറ്റ സംഖ്യകളുടെ തുക. ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷൻ n². ആദ്യ 21 ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ 21ന്റെ സ്ക്വയർ കണ്ടാൽ മതി. 21ന്റെ സ്ക്വയർ 21 × 21 441 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 441. ക്ലിയർ അല്ലേ. 1 മുതൽ തുടർച്ചയായി 21 ഒറ്റ സംഖ്യകളുടെ തുകയായി ചോദിച്ചേക്കുന്നത്. 21 × 21 441. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം നോക്കാം. 1573 രൂപ 11 പേർക്കായി വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? എളുപ്പമുള്ള ചോദ്യങ്ങളാ. 1573/11 അല്ലേ ചെയ്യണ്ടേ? 11 കൊണ്ട് വെട്ടിക്കളയണം. 11 15ൽ ഒരു തവണ, ബാക്കി ശിഷ്ടം 4. 47ൽ 11 4 തവണ, 44 വരെ. ബാക്കി ശിഷ്ടം 3. 33ൽ 11 3 തവണ. ആൻസർ 143 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ 143 ആണ് കുഞ്ഞുങ്ങളെ.
ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യമാണ്. സോ ഒരു സ്കൂളിൽ 8, 9, 10 ക്ലാസ്സുകളിലായി 876 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ മാത്രം 292 കുട്ടികൾ പഠിക്കുന്നുണ്ട് എങ്കിൽ 8, 9 ക്ലാസ്സുകളിലെ ആകെ കുട്ടികൾ 8, 9, 10 ആകെ ഇത്രയുണ്ട്. 10ാം ക്ലാസ്സിൽ മാത്രം 292 ഉണ്ട്. അപ്പോൾ 8ലും 9ലും മാത്രമായി എത്ര പേരുണ്ടെന്നറിയാൻ 876 292 കുറച്ചാൽ മതി. ആണോ? ആൻസർ 584 എന്നാണ് കിട്ടുന്നത്. 584 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ എ കറക്റ്റ് ഉത്തരമായിട്ട് വരും. താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതെന്ന് ആദ്യത്തെ ചോദ്യം. ഇതിലേതാണ് പൂർണ്ണവർഗം ആദ്യത്തെ ചോദ്യം? അതായത് റൂട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ഉത്തരമുള്ളതാണ് പൂർണ്ണവർഗം. ശരിയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ഓപ്ഷൻ ഡി ആണ് പൂർണ്ണവർഗം. കാരണം റൂട്ട് ഓഫ് അല്ലെ, റൂട്ട് ഓഫ് 25 a⁻10 കറക്റ്റ് ഉത്തരവുണ്ട്. ഇതിനെ ഞാൻ മുറിച്ചെഴുതിയാൽ റൂട്ട് 25 ഇൻറ്റു റൂട്ട് ഓഫ് a⁻10 എന്ന് വരും. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ആണ്, ഇൻറ്റു a⁻10 എന്ന് പറഞ്ഞാൽ റൂട്ട് a⁻10 എന്ന് പറഞ്ഞാൽ a⁻1/2 എന്ന് എഴുതാം. മക്കളെ, റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x⁻1/2 എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ ഇവിടെ റൂട്ട് a⁻10നെ a⁻10 1/2 എന്നെഴുതാം. കേൾക്കുന്നുണ്ടോ? അപ്പം ഇങ്ങനെ വരുമ്പം പവറിൻ്റെ മുകളിൽ പവർ വന്നാൽ തമ്മിൽ ഗുണിക്കണം. അപ്പോൾ 5 ഇൻറ്റു a⁻10 ഇൻറ്റു 1/2 എന്ന് വരും. അപ്പോൾ a⁻5 അല്ലേ? അപ്പോൾ ആൻസർ 5 ഇൻറ്റു a⁻5 എന്ന് കിട്ടും. 5 ഇൻറ്റു a⁻5 എന്ന് കിട്ടും. 5 ഇൻറ്റു a⁻5 എന്ന് കിട്ടും. അപ്പം റൂട്ട് ഓഫ്, അതായത് 25 a⁻10 ഒരു കറക്റ്റ് റൂട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ പൂർണ്ണവർഗമായത് നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ഉത്തരമുള്ളതിന് ഇപ്പം റൂട്ട് 36 ഒരു പൂർണ്ണവർഗമാണ്. കാരണം റൂട്ട് 36 കറക്റ്റ് ഉത്തരം കിട്ടും. 25 ഒരു പൂർണ്ണവർഗമാണ്. കാരണം റൂട്ട് 25 കറക്റ്റ് ഉത്തരം കിട്ടും അല്ലേ? എന്നാൽ 14 ഒരു പൂർണ്ണവർഗമല്ല. കാരണം റൂട്ട് 14 കറക്റ്റ് ഉത്തരം കിട്ടില്ല. അപ്പം 25 a⁻10 ഒരു പൂർണ്ണവർഗമാണെന്ന് പറയാൻ കാരണം ഇതിന് റൂട്ട് എടുക്കുമ്പം എനിക്ക് കറക്റ്റ് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. റെഡിയാണോ? മുന്നോട്ട് പോവാം. 10ന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക. ശരി, ചോദ്യം 10ന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക. ആദ്യം 10ന്റെ ഘടകങ്ങൾ എഴുതാം. ഏതൊക്കെയാണ് 10ന്റെ ഘടകങ്ങൾ? 1 ഒരു ഘടകമാണ്, 2 ഒരു ഘടകമാണ്, 5 ഒരു ഘടകമാണ്, 10 ഒരു ഘടകമാണ്. 10ന്റെ ഘടകങ്ങൾ 1, 2, 5, 10 ഫാക്ടേഴ്സ്, ഘടകങ്ങൾ. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെ സംഖ്യ കൊണ്ട് 10നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ആ സംഖ്യകളെല്ലാം 10ന്റെ ഘടകങ്ങളാണ്. അപ്പോൾ 1, 2, 5, 10. ഈ ഘടകങ്ങളുടെ എല്ലാം വിൽക്രമം എടുക്കണം. 1ന്റെ വിൽക്രമം 1/1, 2ന്റെ വിൽക്രമം 1/2, 5ന്റെ വിൽക്രമം 1/5, 10ന്റെ വിൽക്രമം 1/10 ആണോ? ഇതാണ് ഘടകങ്ങളുടെ വിൽക്രമങ്ങൾ. വിൽക്രമങ്ങളുടെ എല്ലാം തുക കാണണം. വിൽക്രമങ്ങളുടെ എല്ലാം തുക കാണണം എന്ന് പറഞ്ഞാൽ 1/1 പ്ലസ് 1/2 പ്ലസ് 1/5 പ്ലസ് 1/10 അല്ലേ? ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ? അപ്പം 10ന്റെ ഘടകങ്ങൾ എഴുതി 1, 2, 5, 10 ഘടകങ്ങളുടെ എല്ലാം വിൽക്രമങ്ങൾ എടുത്തു. വിൽക്രമങ്ങൾ തുക. ഭിന്നസംഖ്യകൾ കൂട്ടാൻ പഠിച്ചു. ഇങ്ങനെ വന്നാൽ താഴെ കിടക്കുന്നവയുടെ എല്ലാം LCM എടുക്കണം. 1ന്റെയും 2ന്റെയും 5ന്റെയും 10ന്റെ LCM 10 അതാണ് നമ്മുടെ ഉത്തരത്തിൻ്റെ താഴ്വശം. ആണോ? ഇനി 10 കൊണ്ട് ആദ്യത്തെ ഭിന്നസംഖ്യയെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന 10 മുകളിലത്തെ ആദ്യത്തെ സംഖ്യ. 10 കൊണ്ട് 1/2നെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന 5 മുകളിലത്തെ രണ്ടാമത്തെ സംഖ്യ. ആ 10 കൊണ്ട് 1/5നെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന 2 മുകളിലത്തെ മൂന്നാമത്തെ സംഖ്യ. ആ 10 കൊണ്ട് 1/10നെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന 1 മുകളിലത്തെ നാലാമത്തെ സംഖ്യ. അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 18 ഡിവൈഡഡ് ബൈ 10.
അപ്പോൾ 10ന്റെ ഘടകങ്ങൾ എഴുതി അതിൻ്റെ വിൽക്കർമ്മങ്ങൾ എഴുതി വിൽക്കർമ്മങ്ങളെ തുക കാണും. വിൽക്കർമ്മങ്ങൾ എഴുതുമ്പോൾ 1/1 + 1/2 + 1/5 + 1/10 വരും. ഇനി 4 ഭിന്നസംഖ്യയിൽ കൂട്ടാൻ അറിയാൻ താഴെ കിടക്കുന്നതിൻ്റെ എല്ലാം LCM കണ്ടുപിടിച്ച് ചെയ്യണം. ആണോ? LCM 10 ആ 10 കൊണ്ട് ആദ്യത്തെ ഭിന്നസംഖ്യയെ ഗുണിക്കും കിട്ടുന്ന ആദ്യം എഴുതി, രണ്ടാമത്തെ ഭിന്നസംഖ്യയെ ഗുണിക്കും കിട്ടുന്ന ഉത്തരം രണ്ടാമത് എഴുതി, മൂന്നാമത്തെ ഭിന്നസംഖ്യയെ ഗുണിക്കും കിട്ടുന്ന ഉത്തരം മൂന്നാമത് എഴുതി, നാലാമത്തെ ഭിന്നസംഖ്യ 10 കൊണ്ട് ഗുണിക്കും കിട്ടുന്ന ഉത്തരം നാലാമത് എഴുതി. അതെല്ലാം കൂട്ടുമ്പോൾ 18/10 വരും. ചെയ്തത് ക്ലിയർ ആണോ? ഇതിനൊരു ഷോർട്ട് കട്ട് പറയാറുണ്ട്. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക കാണാൻ ആ സംഖ്യയുടെ ഘടകങ്ങളുടെ തുകയെ ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്നൊരു ഷോർട്ട് കട്ട് പറയാറുണ്ട്. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക കാണാൻ സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ബൈ സംഖ്യ ചെയ്താൽ മതി. ഇവിടെ സംഖ്യയുടെ ഘടകങ്ങളുടെ എല്ലാം തുക എത്രയാ? സംഖ്യയുടെ ഘടകങ്ങളുടെ എല്ലാം തുക 18 അല്ലേ? ബൈ സംഖ്യ എന്ന് പറഞ്ഞാൽ 10 അല്ലേ? 18/10 തന്നെയല്ലേ നമുക്ക് ലാസ്റ്റ് മുമ്പേ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരവും. അപ്പോൾ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക കാണാൻ ഘടകങ്ങളുടെ തുക ഡിവൈഡഡ് ബൈ ആ സംഖ്യ ചെയ്താൽ മതി എന്ന് ഓർത്ത് വെച്ചാലും മതി, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ രണ്ടാമത്തെ പാർട്ട് വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ LGSനെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടും അനുസരിച്ചാണ് കൂടുതൽ ഡെയിലി വീഡിയോസ് വരുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. എന്നെ നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത പാർട്ട് വീഡിയോയിൽ കാണാം. ടാറ്റാ.